ഫ്രോജ്, ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് തെമ്മാടി രാഷ്ട്രമെന്നാണ്. CPM-ന് അത്രയും കടുത്ത ഇസ്രായേൽ വിരോധമുണ്ടോ, അതോ ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നുള്ള ലക്ഷ്യത്തോടെയുള്ള പ്രസ്താവനയാണോ അത്? അല്ല, CPM എല്ലാ കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലും ഒക്കെ ഈ സ്ഥിരമായി പറയുന്ന ഈ ഇസ്രായേൽ വിരുദ്ധത അല്ലെങ്കിൽ പാലസ്തീൻ പ്രേമം അല്ലെങ്കിൽ ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള പ്രേമം അതൊരു സ്ഥിര നാടകമാണ്. പാർട്ടി കോൺഗ്രസിലും ഉണ്ടായിരുന്നു. എല്ലായിടത്തും എല്ലാ കാലത്തും ഈ പ്രേമം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പാണ് CPM പോലൊരു പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 45 ദിവസമാണ് പിണറായി വിജയൻ കേരളം മുഴുവൻ നടന്ന് പാലസ്തീൻ പ്രേമവും ന്യൂനപക്ഷങ്ങൾ ഇസ്രയേൽ മുസ്ലിം രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് ഗാസ പോലെ ഉള്ള രാജ്യങ്ങളിൽ നടത്തുന്ന ക്രൂരതയെക്കുറിച്ചായിരുന്നു നീണ്ട പ്രഭാഷണങ്ങൾ. അപ്പം അവിടെ അത് ഏശിയില്ല. ഏശാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും ഇസ്രായേൽ വിരുദ്ധതയും മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള പ്രേമവും പറയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മലബാറിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ ഈ പറയത്തക്ക പോലെ CPM പോലെ ഉള്ള ഒരു പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇസ്രായേലിനോടുള്ള വിരോധം എന്നൊക്കെ പറയുന്നത് തൽക്കാലം വോട്ട് തേടലിനപ്പുറത്തേക്ക് വേറെ യാതൊരു ആത്മാർത്ഥതയുമില്ല, അതിനകത്തൊരു സത്യസന്ധതയുമില്ല. ഒരേ സമയം തന്നെ ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്ന് പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്യുന്ന പാർട്ടി തന്നെ ഇസ്രായേലിനോടുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു 2-3 കാര്യം പറയാം. ഒന്ന്, 2000-ൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്യോതി ബാസു ബംഗാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 25-അംഗ സംഘമാണ് ഇസ്രായേൽ പോയി സന്ദർശിച്ചത്. അവർ പോയതിൻ്റെ ഉദ്ദേശം തന്നെ കൃഷി, വ്യവസായം, ടെക്നോളജി രംഗത്തേക്കുള്ള ഇസ്രായേലിൻ്റെ സാങ്കേതിക സഹായവും നിക്ഷേപങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. അന്ന് അദ്ദേഹം അതിന് പറഞ്ഞ ന്യായമെന്ന് പറയുന്നത് ബംഗാളിലുള്ള കമ്പനികൾക്ക് ഇസ്രായേലുമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫറും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ടാണ് പോയി അവരെ ഇങ്ങോട്ടത്തേക്ക് നിക്ഷേപം ആകർഷിക്കാനായിട്ട് പോയത്. അപ്പോൾ ആ പീരീഡിലൊന്നും തന്നെ ഇസ്രായേൽ വിരുദ്ധത പറയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി, ഇസ്രായേൽ പ്രസിഡന്റ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇവരെയൊക്കെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്ന്. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ട് ഇസ്രായേൽ സന്ദർശിക്കുക എന്ന ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, വ്യവസായവും നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇസ്രായേലിൽ പോയി നേരിട്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും. അതേസമയം തന്നെ പാലസ്തീൻ നേതാവ് യാസർ അറാഫാത്തുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള നേതാവുമായിരുന്നു ജ്യോതി ബാസു. അപ്പോൾ ജ്യോതി ബാസു അവിടെ പോകുന്നതിന് മുമ്പും പോയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്നത് എനിക്കെന്നും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. അത് നിലവിലുള്ള ഇസ്രായേലിനോടുള്ള വിരോധം മാറ്റിവെച്ച് നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും സാങ്കേതിക കൃഷി വ്യവസായ രംഗത്ത് നമ്മൾ കൂടുതൽ നിക്ഷേപങ്ങൾ വേണമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് CPM അന്ന് വ്യാപകമായ തോതിൽ ഇസ്രായേൽ വിരുദ്ധതയായിരുന്നു പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തെല്ലാം CPM ഈ ന്യൂനപക്ഷ വോട്ടുകൾ തട്ടാൻ വേണ്ടി ഇസ്രായേൽ വിരുദ്ധത പറയും. പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് 9 വർഷം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ തന്നെ 2 തവണ, ഒരു തവണ 2021-ൽ ഇസ്രായേലിലേക്ക് കൃഷി പഠിക്കുന്നതിന് വേണ്ടി 27 അംഗ കർഷകരെ അവിടേക്ക് നമ്മുടെ കാർഷിക വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് വിടുകയും ഒക്കെ ചെയ്തതാണ്. ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൻ്റെ കോൺസൽ ജനറൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി ഇസ്രായേലും കേരളവുമായിട്ടുള്ള സാങ്കേതിക കൃഷി രംഗത്തേക്കുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും കൂടുതൽ ടൂറിസം, നമ്മുടെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ടൂറിസത്തിൻ്റെ പ്രതിനിധികൾ ഇസ്രായേലിൽ നടക്കുന്ന ടെല്ലവീവിൽ നടന്ന ടൂറിസം മേളയിൽ പങ്കെടുക്കുകയും കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെക്കുറിച്ച് അവിടെ പ്രസൻറ്റേഷൻ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഇസ്രായേലിൽ ഈ വിരുദ്ധത പറയുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവുമായിട്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും CPM എന്ന് പറയുന്ന പാർട്ടി നടത്തുന്ന ഇരട്ടത്താപ്പാണ്. ഈ CPM-ന്റെ ഒരു മന്ത്രി തന്നെ ഭാര്യ തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ജോലിയായിട്ട് പോവുകയാണ്. അത് തന്നെ. ഇവിടുത്തെ നമ്മുടെ വ്യവസായ മന്ത്രിയായ P. രാജീവിൻ്റെ ഭാര്യ അവിടെ ഹൈഫ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ യുനെസ്കോയുടെ ഒരു ചെയറിൻ്റെ അധ്യക്ഷയായിട്ട് അവരെ അത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും ഇസ്രായേൽ വിരുദ്ധതയോ ഇതൊക്കെ മോശമായ ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവർ പറയാറില്ല. CPM-ന്റെ ദേശീയ കമ്മിറ്റി അംഗമാണ് രാജീവിൻ്റെ ഭാര്യയാണ് അവിടെ നിയമനം കിട്ടിയിരിക്കുന്നത്.
ഒരുപക്ഷെ സമ്മതം ചോദിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അവർ നിയമനം കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതിലൊന്നും ഇസ്രയേൽ വിരുദ്ധത കാണാത്ത ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് മുസ്ലിം വോട്ടുകൾ തട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആത്മാർത്ഥ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി എത്ര നാൾ ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും? ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാനും ബുദ്ധിയും വിവരമുള്ളവർ തന്നെ. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് 45 ദിവസമാണ് ന്യൂനപക്ഷ പ്രേമവും ഈ ഇസ്രയേൽ വിരുദ്ധതയും പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനം ഒട്ടാകെയുള്ള 20 നിയോജകമണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി. അപ്പോൾ അത് ഏശിയില്ല. അപ്പോൾ അത് ഏശാതെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പ്രത്യേകിച്ച് 46% മുസ്ലിം വോട്ടർമാരുള്ള നിലമ്പൂരിൽ ആ തുറുപ്പ് ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വീണ്ടും പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വോട്ടർമാർക്ക് അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. ഇതിനെക്കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ജ്യോതിബാസുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ പോയപ്പോൾ എതിർക്കാതിരുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് കാർഷിക പരിശീലനത്തിനായിട്ട് കേരളത്തിൽ നിന്ന് 2 കോടി രൂപ മുടക്കിയാണ് ഈ 27 കർഷകരെ വിട്ട് അതിലൊരുത്തനാണ് ചാടി പോവുകയും ചെയ്തത്. അപ്പോൾ എന്തിന് പോകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല. അല്ലെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ മുങ്ങുകയാണ് CPM നേതാക്കളുടെ പതിവ് പരിപാടി. അപ്പോൾ ഇവിടെയും അതുതന്നെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അപ്പം ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളോ ഒന്നും അവതരിപ്പിക്കാതെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാനില്ലാതെ വരുമ്പോഴാണ് ഇസ്രയേൽ വിരുദ്ധത പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ. പണ്ട് ഇത് 92 കാലത്ത് ഈ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് അന്ന് EMSൻ്റെ ഒരു പ്രധാന ചോദ്യമായിരുന്നു, ഞങ്ങൾ ഇറാഖിനൊപ്പം നിങ്ങൾ ആരോടൊപ്പം എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ അന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സഹായിക്കുകയൊക്കെ ചെയ്തതാണ്. ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും എല്ലാം ഞങ്ങൾ സദ്ദാമിനൊപ്പം നിങ്ങൾ ആർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം വർത്തമാനങ്ങൾ അവർ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന കാലം മാറി വോട്ടർമാർക്കൊക്കെ ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ചിലവാകുന്ന വിഷയങ്ങളെ അല്ല. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തീവ്രമായ ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞപ്പോഴാണ് CPMന് കുറേ സീറ്റുകളിൽ വോട്ട് കൂടിയിട്ടുണ്ട്, അത് അനുകൂല ട്രെൻഡായിട്ടുണ്ട്. അതേ സമീപനം തന്നെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചത്. അപ്പോൾ CPMൻ്റെ കോറായ ഒരു ഹിന്ദു വോട്ടുകളുണ്ട്. CPMൻ്റെ എല്ലാ കാലത്തും അവരുടെ വോട്ട് ബാങ്കായിരുന്നു. അത് മാറിപ്പോയി എന്നുള്ളൊരു വിലയിരുത്തലല്ലേ അവരൊരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിച്ചത്. എന്നിട്ട് വീണ്ടും ഇപ്പോൾ നിലമ്പൂർ മുന്നിൽ കണ്ട് മാത്രമായിരിക്കും ഈ ഒരു ചേഞ്ച് വീണ്ടും പഴയ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് തന്നെ പോകുന്നത്? അല്ല, എന്ത് പ്രകടനം പറഞ്ഞാലും ജനങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഏത് സമയത്താണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷത്തോടും പ്രേമം ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് സ്ഥായിയായ ഒരു നിലപാടുണ്ടോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഭാര്യമാർക്ക് അവിടെ ഇസ്രായേലിൽ ജോലി കിട്ടിയാൽ അത് പ്രശ്നമല്ല. നിങ്ങളെ സർക്കാർ അവിടെ ഡെലിഗേഷനെ കൃഷി പഠിക്കുന്നതിന് വേണ്ടി വിടുന്നു. നിങ്ങൾ വ്യവസായ നിക്ഷേപം തേടി ഇസ്രായേലിലേക്ക് പോകുന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത രാജ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടേക്ക് ഡെലിഗേഷനെ വിടുന്നത്? നിങ്ങളെന്തിനാണ് അവരുമായിട്ടൊരു വ്യവസായ കൃഷി സഹകരണം ആഗ്രഹിക്കുന്നത്? ഇത് ന്യായമായ ചോദ്യമല്ലേ? അപ്പോൾ ഒരേ സമയം തന്നെ ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത്? ഈ നാട്ടിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള നിക്ഷേപം വരുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോരെ, എന്നിട്ട് പറയാം. ഇതല്ലല്ലോ നടക്കുന്നത്. 2 കോടി രൂപ മുടക്കിയാണ് 27 കർഷകരെ അവിടെ കൃഷി പഠിപ്പിക്കാനായിട്ട് വിടുന്നത്, ഇസ്രായേലിലെ കൃഷി പഠിക്കാൻ. നിങ്ങൾ വേറെ മറ്റു രാജ്യങ്ങളിലേക്ക് എന്താണ് പോകാത്തത്? ചൈനയിലേക്ക് എന്താ കൃഷി പഠിക്കാൻ വിടാഞ്ഞത്? അപ്പോൾ ഇതൊക്കെ ഒരു ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഭൂരിപക്ഷ പ്രേമം പറയുന്നതിനകത്തുള്ള അതാണ് ജനങ്ങൾ വിശ്വസിക്കാതെ പോവുകയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഇരട്ടത്താപ്പായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അതാണ് CPM ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതാണ് പലപ്പോഴും ചിലവാകാതെ പോകുന്നത്. ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ ഇഷ്യൂ ഇസ്രായേലിലെ യുദ്ധമല്ലല്ലോ. നിലമ്പൂരിലെ ജനങ്ങൾ അവർ നേരിടുന്ന കാർഷിക രംഗത്തെ അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ വന്യജീവികളുടെ ആക്രമണം, കാർഷിക വിളകൾക്ക് വിലയില്ലാത്തത്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടിയത്, അങ്ങനെ നിരവധി അവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ. അവിടുത്തെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ആരോഗ്യ രംഗത്തുള്ള ആശുപത്രികൾ, വൻകിട ആശുപത്രികളൊന്നുമില്ല. 80 കിലോമീറ്റർ ഒന്നുകിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ച് പെരിന്തൽമണ്ണയിൽ പോകണം. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത്. അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അഭാവം, അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുള്ള നല്ല വലിയ ആശുപത്രി ഇല്ലായ്മ, ഇതൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ. സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുകയാണെങ്കിലും
അവർക്ക് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെക്കുറിച്ചാണ് അവരവിടെ സംസാരിക്കുന്നത്. അന്നേരമാണ് അവരവിടെ ചെന്ന് ഇസ്രായേൽ വിരുദ്ധതയും ഇസ്രായേൽ വിദ്വേഷവും പറഞ്ഞു പരത്താനുള്ള ശ്രമം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ 3 ദിവസത്തെ പ്രസംഗങ്ങളിലും ഇത് തന്നെയാണ് മുഴച്ചു നിന്നത്. ഇത് ഇസ്രായേൽ വിരുദ്ധത, തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് അവിടെ നടത്തിയത്.